ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നിവിടെ നമുക്ക് നേരെ ചോദിച്ചേക്കാം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ബിഗിനേഴ്സ് ചാലഞ്ചിന്റെ 17ാമത്തെ ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കാണുന്നതിന് മുൻപായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യം മുതൽ തന്നെ എല്ലാ വീഡിയോസും ഏതെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ആയിട്ട് തന്നെ കാണണം കേട്ടോ. ബിഗിനേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മളൊരു ഫൗണ്ടേഷൻ ഇട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അവർക്ക് അത്തരത്തിലുള്ള ആളുകൾക്ക് എല്ലാ ഗ്രാമറും എല്ലാ ടെൻസസും ഈസി ആയിട്ട് നമ്മൾ എങ്ങനെയാണ് പഠിക്കുക എന്നത് ഓർഡർ ആയിട്ട് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് അത് ഓർഡർ തന്നെ കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്, നമുക്ക് ഒരു കാര്യം ഉണ്ട് എന്നൊക്കെ പറയാൻ നമുക്കറിയാം അല്ലെ. എന്ത് വെച്ചിട്ട് നമ്മൾ പറയാം? ഹാവ് ഹാസ് വെച്ചിട്ട് നമുക്കൊരു കാര്യമുണ്ട്. എനിക്കൊരു പെണ്ണുണ്ട്, കാറുണ്ട്, വീടുണ്ട് അല്ലെ, എനിക്കൊരു സെർവൻ്റ് ഉണ്ട്, എനിക്കുണ്ട്. അതെന്ന് വെച്ചാൽ ഒരു ചെയ്യുന്ന ആൾക്കൊരു സാധനം ഉണ്ട് എന്ന് നമുക്ക് കറക്റ്റ് പറയാൻ അറിയാം. പക്ഷേ നമ്മൾ പറയും, അയ്യോ ആ ബസ്സിൽ കുറെ ആൾക്കാരുണ്ട്, ആ ട്രെയിനിൽ കുറെ ആൾക്കാരുണ്ട്, എന്റെ വീട്ടിലൊരു പശു ഉണ്ട്, ഇങ്ങനെയൊക്കെ പറയുമ്പോ അവിടെ ഒരു പ്രത്യേക സബ്ജക്റ്റ് ഇല്ല അല്ലേ. എന്റെ വീട്ടിലൊരു സെർവന്റ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോ എനിക്കുണ്ടെന്നല്ല പറയണേ, അവിടെ ആ സ്ഥലത്തുണ്ട് എന്നാണ് പറയണത്. അപ്പൊ അത് പറയുമ്പോ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അവിടെ നമ്മൾ ഹാവ് ഹാസും വെച്ച് കഴിഞ്ഞാൽ മീനിങ് ശരിയാവില്ല. അതിന് നമ്മൾ വേറെ കുറച്ച് ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അത് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് എന്ത് വേണം? റിവിഷൻ വേണം. നമ്മൾ മിൽക്കുട്ടിനെ വീണ്ടും പരീക്ഷിക്കാൻ വേണ്ടി പോവാണ്. കൂടെ നിങ്ങളും കൂടെ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മളെ ഇത് ലോങ് ആണെന്ന് പറഞ്ഞിട്ട് അന്ന് നമ്മൾ റിവിഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതും കൂടി അതിന്റെ ഒരു പരിഹാരം കൂടി നമുക്ക് ഇതിൽ ചെയ്യാം. ഓക്കെ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കുറെ ചോദ്യവാക്കുകൾ ഉണ്ടായിരുന്നു അല്ലെ. എന്തൊക്കെ ഓർമ്മയുണ്ടോ? എന്താണ്, വാട്ട്, എപ്പോഴാണ്, എവിടെയാണ്, ആരാണ്, എങ്ങനെയാണ്, ആര്, ആരാണ്, ആര്, ആരുടെയാണ്, ആരുടെ, ആരെ. ഇനി എന്താ കിട്ടാനുള്ളത്? എന്തിനാണ്, വൈ അല്ലെ. ഇങ്ങനെയുള്ള കുറെ ചോദ്യവാക്കുകൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹൗ മെനി, ഹൗ ഫാർ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പൊ കഴിഞ്ഞ ക്ലാസ് കാണാത്ത ആളുകൾ കഴിഞ്ഞ ക്ലാസ് ഒന്ന് കാണാട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ അന്ന് റിവിഷൻ ചെയ്തില്ല. അപ്പൊ ആ റിവിഷൻ നമ്മൾ ഇന്ന് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ഇന്ന് ചോദ്യം ചോദിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്കൊരു വെർബുണ്ട് ചോദ്യം ചോദിക്കാൻ. അപ്പൊ ഇന്ന് എടുക്കാൻ പോകുന്ന വെർബാണ് ചെക്ക്. ചെക്ക്, ഓക്കെ. അപ്പൊ ചെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യുക, എന്തെങ്കിലും ചെക്ക് ചെയ്യാണെന്ന് വിചാരിക്കുക. ഇപ്പൊ മിൽക്കുട്ടിയാണെങ്കിൽ ടൈം ടേബിൾ ചെക്ക് ചെയ്യാറില്ലേ? ഓക്കെ, സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ടൈം ടേബിൾ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ പറയണം, ഞാൻ എന്നും ടൈം ടേബിൾ ചെക്ക് ചെയ്യാറുണ്ട്. പറയേണ്ടത് ഞാൻ ടൈം ടേബിൾ ചെക്ക് ചെയ്യാറുണ്ട്. ടൈം ടേബിൾ ചെക്ക് ചെയ്യുക എന്നുള്ള വാക്കാണ് ചെക്ക്. ചെക്ക് കഴിഞ്ഞിട്ട് ടൈം ടേബിൾ പറഞ്ഞാൽ മതി. ഐ ചെക്ക് ടൈം ടേബിൾ എവറി ഡേ. ഐ ചെക്ക് ടൈം ടേബിൾ എവറി ഡേ. ഞാൻ ടൈം ടേബിൾ ചെക്ക് ചെയ്യാറുണ്ട്. ഇനി ഇതിൽ നിന്നും ഞാൻ ഇതിനെ പിന്നെ ചോദ്യവാക്കുകളിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നു കേട്ടോ. അപ്പൊ അതിനു മുന്നേ എങ്ങനെയാ നമ്മൾ ഉണ്ടാക്കിയത്? നീ ടൈം ടേബിൾ ചെക്ക് ചെയ്യാറുണ്ടോ? ടൈം ടേബിൾ, ഡു യു ചെക്ക് ടൈം ടേബിൾ. ഇനി ടൈം ടേബിൾ ചെക്ക് ചെയ്തോന്നാണെങ്കിൽ ഡിഡ് യു ചെക്ക് ടൈം ടേബിൾ. നീ ടൈം ടേബിൾ ചെക്ക് ചെയ്യുമോ എന്നാണെങ്കിൽ ചെയ്യുമോ. വിൽ യു ചെക്ക് ടൈം ടേബിൾ. ഇപ്പോ ടൈം ടേബിൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നാണെങ്കിൽ ചെക്കിംഗ് ടൈം ടേബിൾ. നീ ടൈം ടേബിൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നാണെങ്കിൽ ടൈം ടേബിൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നാണെങ്കിൽ ഡു യു ചെക്ക് ചെയ്തിട്ടുണ്ടോ. ചെക്ക് ചെയ്യാറുണ്ടോ എന്നല്ല, ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ, ചെക്ക് ചെയ്തിട്ടുണ്ടോ. അത് ചെക്ക് ചെയ്തോ, ചെക്ക് ചെയ്തിട്ടുണ്ടോ, ചെയ്തിട്ട് ഉണ്ടോ, ചെയ്തിട്ട് ഉണ്ടോ, ഉണ്ടോ. ഒരു ചെയ്തിട്ട് എന്ന് വന്നാൽ തന്നെ ഉറപ്പിക്കാം അത് വെർബിന്റെ എത്രാമത്തെ ഫോമാ? 3 ആണ്. അതിന്റെ കൂടെ ആരേ വരുള്ളൂ? അപ്പൊ അതന്നെയാണ് ചെയ്തിട്ട് ഉണ്ടോ. അപ്പൊ പറ, ചോദിക്ക്. ഹാവ് യു ചെക്ക്ഡ് ടൈം ടേബിൾ. നീ ടൈം ടേബിൾ ചെക്ക് ചെയ്യാറുണ്ടോ എന്നുള്ളതാണ് ഡു യു ചെക്ക് ടൈം ടേബിൾ. ഇതെല്ലാവർക്കും തെറ്റിപ്പോവും. അത് തന്നെയാണ് ഞാൻ വീണ്ടും 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 ഇതേ ചോദ്യം ചോദിക്കുന്നത്. ചെക്ക് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നത് ഡു യു ചെക്ക് ടൈം ടേബിൾ.
ചെക്ക് ചെയ്തിട്ട് ഉണ്ടോ, ചെയ്തിട്ട്, അതിനാണ് നമ്മൾ ആ വെർബിന്റെ മൂന്നാമത്തെ രൂപം ചെയ്തിട്ട് എന്ന് തന്നെ പഠിക്കുന്നത് കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു, എന്തിനാ ഈ ചെയ്തിട്ട് എന്ന് പറയണത്, ചെയ്തു എന്ന് പറഞ്ഞാൽ പോരെ. ഇതാണ് പ്രശ്നം. ഈ ചെയ്തിട്ട് എന്ന് കിട്ടിയാൽ നമുക്ക് ഉണ്ട് എന്ന് പറയാൻ എളുപ്പം കിട്ടും. അതേപോലെ എല്ലാവരും ചോദിക്കാറുണ്ട് വെർബിന് എത്ര ഫോം ഉണ്ട്. വെർബിന് 5 ഫോം ഉണ്ട് കേട്ടോ. അതിൽ 2 നമുക്കറിയാം. അതായത് ഇപ്പൊ ഗോ ആണെങ്കിൽ ഗോ, വെന്റ്, ഗോണ്. ഇതാണ് V1, V2, V3. ഇതിലേക്ക് എസ് ചേർത്തൊരു വാക്കാണ് ഗോസ്, അതുപോലെ ING ചേർത്തൊരു വാക്കാണ് ഗോയിങ്. ഇങ്ങനെ 5 ഫോം ഉണ്ട് എല്ലാ വെർബിനും. എല്ലാത്തിന്റെ കൂടെ കണ്ണും പൂട്ടിയിടാൻ പറ്റുന്ന സംഭവമാണ് ഈ ES ചേർക്കുന്നതും ING ഇടുന്നതും കേട്ടോ. അതുകൊണ്ടാണ് അത് രണ്ടും നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയാത്തത്. ഈ V1 ഉം V2 ഉം V3യിലാണ് ചേഞ്ചസ് വരിക. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നെ എന്ത് ചെയ്യുന്നു, ചോദ്യം ചെയ്തിട്ടുണ്ടോ. ഇപ്പൊ ഇത്രയായില്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ ചോദ്യവാക്കുകൾ കണക്ട് ചെയ്യാൻ പോകുന്നുണ്ടോ. നീ എന്താണ് ചെക്ക് ചെയ്യാറുള്ളത്? അപ്പൊ നമ്മള് ആ വാട്ട് ഇവിടെ ഇട്ടുള്ളൂ അല്ലെ. വാട്ട് ഡു യു ചെക്ക്. നീ എന്താണ് ചെക്ക് ചെയ്തത്? വാട്ട് ഡിഡ് യു ചെക്ക് കഴിഞ്ഞു പോയതാണല്ലേ. നീ എന്ത് ചെക്ക് ചെയ്യും? നീ എന്ത് ചെക്ക് ചെയ്യും? വാട്ട് വിൽ യു ചെക്ക് അല്ലെ. നീ ഇപ്പൊ എന്താണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വാട്ട് ആർ യു ചെക്കിങ് അല്ലെ. ഇനി നീ എപ്പോഴാണ് ചെക്ക് ചെയ്യാറുള്ളത്? വെൻ ഡു യു ചെക്ക്. നീ എപ്പോഴാണ് ചെക്ക് ചെയ്തത്? Did you check? നീ എപ്പോൾ ചെക്ക് ചെയ്യും? When will you check? അല്ലേ. അപ്പൊ നമ്മൾ ആകെ ഒരു കാര്യം മാറ്റിയിട്ടുള്ളൂ, വാട്ടിന്റെ അവിടെ വെന്നിട്ടു, അത്രേ ഉള്ളൂ അല്ലേ. നീ ചോദിക്കാണ് നീ എന്തിനാ അതൊക്കെ ചെക്ക് ചെയ്യുന്നത്, നീ എന്തിനാണ് ഇത് ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെയ്യാറുള്ളത് എന്നുള്ള സെയിം സാധനം തന്നെയാണ് ഡു ഡസ് എന്ന് പറഞ്ഞാൽ ചെയ്യാറുള്ളത്, ചെയ്യുന്നത്. അപ്പൊ നീ എന്തിനാ ഇത് ചെക്ക് ചെയ്യുന്നത്? ചെയ്യുന്നത് എന്തിനാണ്? വാട്ടല്ല, എന്തിനാ. എന്തിനാ അത് ചേർത്ത് പറ. Why do you check? Why do you check? നീ എന്തിനാ ചെക്ക് ചെയ്യുന്നത്? Why did you check? നീ എന്തിനാ ചെക്ക് ചെയ്തത്? Why will you check? Why will you നീ എന്തിനാ അത് ചെക്ക് ചെയ്യും? അത് അങ്ങനെ ചോദ്യം ചോദിക്കാറില്ല. നീ എന്തിനു ചെക്ക് ചെയ്യും ചോദിക്കാറുണ്ട്, പക്ഷെ അതൊരു നോർമൽ ഇതല്ല. ഇംഗ്ലീഷില് ചോദിക്കാറുണ്ട്. ഇപ്പൊ നീ എന്തിനാ ഇപ്പൊ അത് ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നത്? Why? ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ. Why are you checking now? അത്രേ ഉള്ളൂ. വൈ ആർ യു ചെക്കിങ് നൗ. ഇപ്പൊ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിലെല്ലാം ഒരേ സ്ട്രക്ചറാണ്. ഇതിന്റെ ഫ്രണ്ടില് നിങ്ങൾ ഇടുന്ന ചോദ്യവാക്ക് മാത്രമേ മാറുള്ളൂ. അപ്പൊ അവിടെ എന്തിനാണ്, എപ്പോഴാണ്, ഏതിനാണ്, ഇങ്ങനെ ജസ്റ്റ് മൈൻഡിൽ പിടിക്കണം, എന്നാലേ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇതിനാണ് നമ്മൾ ടെൻസ് പഠിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇത്രയും ദിവസം പഠിച്ചു നോക്കുക, ടെൻസ് ആണ് നമ്മൾ അറിയാതെ പഠിച്ച സാധനമാണ്. ഈ സംഭവം നമ്മൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ടെൻസ് ഒന്നും പഠിച്ചില്ല എന്ന് വിചാരിച്ചോ, അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, നീ ഇപ്പൊ എന്തിനാ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ശരിക്കും എങ്ങനെ ചോദിക്കേണ്ടത്? ഇംഗ്ലീഷില്. നീ ഇപ്പൊ എന്തിനാ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വൈ ആർ യു ചെക്കിങ് നൗ എന്നാണ് ഞാൻ ചോദിക്കേണ്ട യഥാർത്ഥ ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ അഥവാ എനിക്ക് ഇംഗ്ലീഷ് അറിയാത്ത ഒരാളാണെങ്കിൽ വൈ വെർ യു ചെക്കിങ് നൗ എന്ന് ഇപ്പോ ഞാൻ ചോദിച്ചാൽ തെറ്റാണ്. കാരണം എന്താ, നീ എന്തിനാണ് അത് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് മുന്നേ? വാസും വേറും വന്നാ ആമിനും ഈസിനും ആറിനും വരും. വാസും വേറും വന്നാല് അതല്ല, WERE ആയിരുന്നു എന്നുള്ള ചോദ്യം. അതായത് വൈ ആർ യു ചെക്കിങ്ങിന് പകരം വൈ വേർ യു ചെക്കിങ് ചോദിച്ചാൽ ടെൻസ് മാറി. നീ എപ്പോഴാണ് പോകാറുള്ളത്? സാധാരണ എങ്ങനെ ചോദിക്കാം? വെൻ ഡു യു ഗോ. നിങ്ങൾ എപ്പോഴാണ് പോകാറുള്ളത്? അതിന് പകരം ഞാൻ ചോദിക്കുകയാണ് വെൻ വിൽ യു ഗോ. നീ എപ്പോ പോകും? തെറ്റാണ്, കാരണം അതിന് വരാനിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇതാണ് ടെൻസിന്റെ ഒരു ഇത്. കാരണം നമ്മൾ പറയുമ്പോൾ സാധനം പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ ഫ്യൂച്ചർ ആണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ തെറ്റിപ്പോകും. കേൾക്കുന്ന ആളുകൾക്ക് അത് എന്താ പറയാ, നമ്മൾ പറയുന്നത് മിസ്റ്റേക്ക് ആണെന്നുള്ളത് കേൾക്കുന്ന ആൾക്ക് എളുപ്പം മനസ്സിലാവും. എന്ന് വിചാരിച്ച് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്നും സംസാരിക്കാതെ ഇരിക്കേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? തെറ്റ് പറയണം. പറഞ്ഞ് നിങ്ങൾ പഠിക്കണം. അങ്ങനെയാണ്. അപ്പൊ ഞാൻ മിലിക്കുട്ടീനെ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പിടക്കണ പോലെ
ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെടൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശരി പഠിക്കും. അങ്ങനെ പഠിക്കുള്ളൂ അല്ലേ? അപ്പൊ നമ്മളിടുന്ന നമുക്ക് വലിയ ആളുകൾക്ക് എവിടുന്ന അടി കിട്ടുക? മറ്റുള്ള ആൾക്കാരുടെ അടുത്താണ്. അതായത് മറ്റുള്ള ആൾക്കാർ ഇത് തെറ്റാണ് എന്നുള്ളത് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരും. അതൊരു അടിയാണ്. ആ അടി നമ്മൾ തീർച്ചയായിട്ടും ഇരുകൈ നീട്ടി സ്വീകരിക്കണം. എന്നിട്ട് നമ്മൾ ശരി പറഞ്ഞു പഠിക്കണം. അത് മാത്രല്ല, നമ്മൾ ഈ ചെറിയ കുട്ടികൾ നടക്കാൻ പഠിക്കുമ്പോ വീഴും, എഴുന്നേൽക്കും, വീഴും. അതാണ് കറക്റ്റ് പോയിന്റ് ആണ് നീല് പറഞ്ഞത്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കുക ഭാഷ കേട്ടോ. നമ്മൾ ഈ കുട്ടികളൊക്കെ എന്താ അപ്പം അവിടെ നമ്മൾ കുട്ടികൾ നടന്നു പഠിക്കുമ്പോ വീഴും, വീഴുമല്ലോ. അവിടെ തന്നെ ഇരിക്കൂലല്ലോ, അവര് പിന്നെ എണീറ്റ് നടക്കും, വീഴും, പിന്നെ എണീക്കും, നടക്കും. അപ്പൊ അതിന്റെ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് നീണ്ടു. എന്നാലും ഞാൻ പറയാണ്, നമുക്ക് എഴയാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എണീറ്റ് നിൽക്കണം. എണീറ്റ് നിൽക്കാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കല്ല വേണ്ടേ, ഓടണം. നമ്മൾ ഓടണം. ഓടാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ ഓട്ടം മാത്രം പോരാ, നമ്മൾ പറക്കണം. അങ്ങനെ ആയിരിക്കണം നമ്മളെ ചിന്ത. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റും. നമുക്ക് പറക്കാൻ പറ്റും. നമ്മളതിനനുസരിച്ചുള്ള നല്ല പിന്നെ വിങ്സ് ഒക്കെ വെച്ചിട്ട് നമുക്കും പറക്കാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ പറക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് ബോഡി പറക്കണം എന്നല്ല പറഞ്ഞത്, നമ്മളെ ചിന്തകളെ ഞാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്ന സംഭവം അതിന്റെ ഒരു മുളം മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. എന്തായാലും സംഭവം വളരെ നീണ്ടുപോയി. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം നമുക്ക്. അപ്പൊ റിവിഷൻ ഇത്രേ ഉള്ളൂ കേട്ടോ. എത്ര സമയമായി എനിക്ക് അറിയില്ല. നിങ്ങൾ അഥവാ നീണ്ടുപോയി എന്നുണ്ടെങ്കിൽ ബ്രേക്ക് എടുത്തോളൂ, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് കണ്ടോളൂ കേട്ടോ. അല്ലാതെ വേറെ രക്ഷയില്ല. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, എനിക്കൊരു കാറുണ്ട്. പണ്ട് നമ്മൾ സ്ഥിരം പറഞ്ഞിരുന്ന സെന്റൻസ് ആണ്, ഇന്നും പറയാണ്. എനിക്കൊരു കാറുണ്ട്, എനിക്കൊരു സെർവന്റ് ഉണ്ട്, എനിക്കൊരു കത്തിയുണ്ട്, എനിക്കൊരു കത്തിയുണ്ട്, I have a knife. So, I have a knife. ഇനി എനിക്കൊരു ഫ്രിഡ്ജ് ഉണ്ട്. I have a fridge. അല്ലേ? ഇനി അവനൊരു വാഷിംഗ് മെഷീൻ ഉണ്ട്. He has a വാഷിംഗ് മെഷീൻസ് അല്ലേ? ഇനിയോ എൻ്റെ വീട്ടിൽ എൻ്റെ സ്കൂളില് എനിക്ക് ഒരു ടീച്ചർ ഉണ്ട്. നല്ല എനിക്ക് ഇഷ്ടമുള്ള ടീച്ചർ. എനിക്ക് ഇഷ്ടമുള്ള ടീച്ചറാണ്. അപ്പൊ എനിക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ടീച്ചർ എനിക്കുണ്ട് എന്നാ പറയണത്. എനിക്കൊരു ടീച്ചർ ഉണ്ട്, നല്ലൊരു ബെസ്റ്റ് ടീച്ചർ ഉണ്ട്. ടീച്ചർ. ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതാണ്. അതായത് എനിക്കൊരു കാര്യം ഉണ്ട് എന്ന് പറയാന് ഒന്നുകിൽ ഹാവോ അല്ലെങ്കിൽ ഹാസോ ചേർത്ത് നമ്മൾ പറയും. അതായത് സബ്ജക്റ്റ് ഐ, യു, വി, ദേ ഇവരുടെ കൂടെ നമ്മൾ ഹാവ് ഇടുന്നു. ഹി, ഷീ, ഇറ്റ് ഒരു പേര് ഇങ്ങനെ ഉള്ള ആളുടെ കൂടെ നമ്മൾ ഹാസ് ഇട്ടിട്ട് പറയുന്നു. ഇത് നമ്മൾ പറയാൻ പഠിച്ചു. ഇനി ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ വീട്ടിൽ ഒരു സെർവൻ്റ് ഉണ്ട്. എനിക്കുണ്ട് എന്നല്ല ഞാൻ പറയണത്, എൻ്റെ വീട്ടിലൊരു സെർവൻ്റ് ഉണ്ട്. എങ്ങനെ പറയും? എന്റെ വീട്ടിലൊരു സെർവന്റ് ഉണ്ട്. അപ്പോ മിൽക്കുട്ടി അവിടെ സംഭവം ഉപയോഗിച്ചു, there is എന്ന് ഉപയോഗിച്ചു അല്ലെ? അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് there is കേട്ടോ? അതായത് ഇപ്പൊ നമ്മൾ സാധാരണ പറയാം, മലയാളത്തിൽ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് അവിടെ എൻ്റെ വീട്ടില് ഒരു സെർവന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ എന്നൊരു സാധനം ഇങ്ങനെ കൊടുക്കും. ചില ആൾക്കാർ കേട്ടോ, എല്ലാരും ഒന്നും പറയാറില്ല. നമ്മളിപ്പോ അറിയാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ പറയും, അല്ല അവിടെ എൻ്റെ സ്കൂളില് ഇങ്ങനെ പറയാം. അവിടെ എൻ്റെ സ്കൂളില് ഒരു ടീച്ചർ ഉണ്ട് കേട്ടോ, പുതിയത് വന്നത്. ഇങ്ങനെ പറയും, നോക്ക് അവിടെ ഉണ്ടല്ലോ ആ ട്രെയിനില് ഇന്ന് ഭയങ്കര തിരക്ക്. ഇങ്ങനെ നമ്മൾ അവിടെ എന്ന് നമ്മൾ മലയാളത്തിൽ അറിയാതെ നമ്മൾ പറയാറുണ്ട് ചിലതൊക്കെ. ചിലപ്പോൾ നമ്മൾ അവിടെ നിങ്ങളുടെ കട്ട് ചെയ്യും. അവിടെ കട്ട് ചെയ്തിട്ടും പറയാം, ചെയ്യാതെയും പറയാം. രണ്ടും ശരിയാണ്, ഞാൻ ഓർക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ. അപ്പൊ ഈ അവിടെ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിന് നമ്മൾ ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് അവിടെ ഉണ്ട് എന്ന് പറയാനായിട്ട് ദയർ ഈസ് എന്നാ പറയാ. ദയർ ഹാസും ഹാവും ഒന്നുമല്ല, ഹാവും ഹാസും ഇവിടെ വരുന്നേ ഇല്ല. അതിന് നമ്മൾ അങ്ങോട്ട് ഇന്റു മാർക്ക് എഴുതിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒറ്റ പ്രയോഗം പഠിക്കുക. അവിടെ ഉണ്ട് എന്ന് പറയാന് ദയർ ഈസ് അല്ലെങ്കിൽ ദയർ ആർ. ഓക്കെ, അപ്പോ അവിടെ ഒരു സ്ഥലത്ത്, ആ സ്ഥലത്താണല്ലോ ഉണ്ട് എന്ന് ഇപ്പൊ പറയുന്നത്. അതായത് വീട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ബസ് എന്ന് പറയുന്നതും ആ ബസ് ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. ഒക്കെ അവിടെ 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 അല്ലെ? അവിടെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു സാധനം ഉണ്ട് എന്ന് പറയാനായിട്ട് ഒരു സംഭവത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ there is-ഉം ഒന്നിലധികം ഐറ്റംസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ there are-ഉം പറയണം. മനസ്സിലായോ? അതായത് ഹാവ് ഹാസു അല്ല എന്നർത്ഥം. ഹാവ് ഹാസു ആരുടെ കൂടെ ചേരുള്ളൂ? ഒരു സബ്ജക്റ്റിന്റെ കൂടെ മാത്രമേ ചേരുള്ളൂ. അയ്യോ ദേവി, ഹി, ഷീ, ഇറ്റ് ഒരു പേര്, അതിന്റെ കൂടെ മാത്രമേ ഹാവ് ഹാസും ചേരുള്ളൂ. ദയറിന്റെ കൂടെ ഹാവ് ഹാസും ചേരില്ല. അപ്പൊ എല്ലാവർക്കും ഒരു സംശയം വരും,
ഈ ദർ ഹാവും ദർ ഹാസും പറഞ്ഞൂടെ? അങ്ങനെ പറയാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാർ ഇതിങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് അങ്ങനെ ഒരു പ്രയോഗം ഇല്ല കേട്ടോ. അതാണ് ദയർ ഈസ് ആയിട്ട് പറയുന്നത്. അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ദയർ ഹാവുന്നോ ദയർ ഹാസുന്നോ നമ്മളെ മൈൻഡിലേക്ക് വരരുത്. അപ്പൊ നമ്മൾ ആലോചിച്ചോണം അവിടെ ഉണ്ട് എന്ന് പറയാനായിട്ട് ദയർ ഈസും ദയർ ആറും. അതെന്താ അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് ബൈ കേട്ടോ. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് നോക്കാം. അതായത് ഇപ്പൊ എൻ്റെ വീട്ടിലൊരു സെർവന്റ് ഉണ്ടെന്ന് എനിക്ക് പറയണം. എങ്ങനെ പറയാ? എന്റെ വീട്ടിലാണ്, എനിക്കെന്നല്ല, എന്റെ വീട്ടിലൊരു സെർവന്റ് ഉണ്ട് എന്ന് പറയണം. എനിക്കുണ്ടെന്ന് പറയാനായിട്ട് ഐ ഹാവ് എ സെർവന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പറയാം. പക്ഷെ വേറെ ആൾ ചോദിക്കുമ്പോൾ നമ്മൾ പറയാം അവിടെ എന്റെ വീട്ടിലൊരു സെർവന്റ് ഉണ്ട്. അങ്ങനെ പറയാം. അവിടെ എന്റെ വീട്ടിലൊരു സെർവന്റ് ഉണ്ട്, എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്ങനെ പറയും? There is a servant in my home. There is a servant in my home. ഇനിയോ എന്റെ സ്കൂളില് ഒരു ടീച്ചർ ഉണ്ട്. അപ്പോ there is a teacher in my school. There is a teacher in my school. ഇനിയോ എന്റെ പോർച്ചിൽ, എന്റെ കാർ പോർച്ചിൽ എനിക്കൊരു കാർ ഉണ്ട് എന്ന് പറയും. അവിടെ എനിക്കൊരു കാർ ഉണ്ട് എന്ന് വരുന്നില്ല കേട്ടോ. അത് കാർ പോർച്ചിൽ ഒരു കാർ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മലയാളം പറയുമ്പോൾ അങ്ങനെ വരികയാണ് ഒഴുക്കോട് കൂടി. കാർ പോർച്ചിൽ ഒരു കാറുണ്ട്. There is car in my car. In my car porch. അപ്പോൾ എ പറയണം കേട്ടോ. There is a car in my car porch. എൻ്റെ കാർ പോർച്ചിൽ ഒരു കാറുണ്ട്. ഇനി എൻ്റെ ഓഫീസിൽ ഒരു ബോസ് ഉണ്ട് എന്ന് പറയാം. അപ്പോ there is a boss in my ഓഫീസ്. ഇതൊക്കെ നമ്മൾ ഒരാളെ കുറിച്ചാ പറഞ്ഞേ അല്ലേ? കാറുണ്ട് എന്നും ടീച്ചർ അല്ലേ, ബോസ്, ഇതൊക്കെ ഒരാളെ കുറിച്ചാ പറഞ്ഞേ. ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെന്ന് പറയാനാണെങ്കിൽ അപ്പൊ നമ്മൾ അവിടെ ആ ഈസിലാണ്ട് കട്ട് ചെയ്തിട്ട് 6 ഇട്ട് വേറൊന്നും നോക്കണ്ട. ഇപ്പൊ മരത്തിൽ ഒരുപാട് പക്ഷികളുണ്ട്. അപ്പോ there are birds, many birds on the tree. കാരണം ഇവിടെ ഓൾറെഡി ഒരുപാട് കിളികളുണ്ട് കേട്ടോ. മരത്തിന്റെ ചുറ്റും നിങ്ങക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. ഒരുപാട് സൗണ്ട് എപ്പോഴും ഉണ്ടാവും. ഞങ്ങൾ ദേവമാമന്റെ വീടിന്റെ ഇവിടെ അങ്ങനെ ഒരു സൈഡ് ഉണ്ടല്ലോ, അതിന്റെ ഫുൾ സ്ഥലത്തും പ്രാവുകളാണ്. അപ്പൊ there are many birds on the tree. അല്ലെ, മരത്തിൽ ഒരുപാട് പക്ഷികളുണ്ട്. ഇനി മരത്തിൽ ഒരുപാട് ഇലകളുണ്ടെന്ന് എങ്ങനെ പറയാം? മരത്തിൽ ഒരുപാട് ഇലകളുണ്ട്. അപ്പോ there are many leaves on the tree. On the tree അല്ലേ, ആ മരത്തിൽ ഒരുപാട് ഇലകളുണ്ട്. ഇനി അതേപോലെ തന്നെ ഞങ്ങളെ വീട്ടിൽ കുറെ പട്ടിക്കുട്ടികളുണ്ട്. പറഞ്ഞു, എന്റെ വീട്ടിൽ ഒരുപാട് പട്ടിക്കുട്ടികളുണ്ട്. അപ്പോ there are many puppies in my home. in my home. ഇനി എന്റെ സ്കൂളിൽ ഒരുപാട് കുട്ടികളുണ്ടെന്ന് എങ്ങനെ പറയാം? അപ്പോ there are many children in my school. ട്രെയിനിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ട്രെയിനിൽ ഒരുപാട് യാത്രക്കാരുണ്ട്. എങ്ങനെ പറയും? There are many people in my train. In my train അല്ല, ട്രെയിൻ എന്ന് പറഞ്ഞാൽ മതി. എന്റെ ട്രെയിനിൽ നിന്നല്ലോ അല്ലേ? പോവാണെങ്കിൽ നമ്മളെ ട്രെയിനിൽ പറയാം. ഓക്കെ, അപ്പൊ there are many passengers അല്ലെ, യാത്രക്കാരാണെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ ആളുകളാണെങ്കിൽ people എന്ന് പറയാം, എന്ത് വേണമെങ്കിൽ പറയാം. there are many people in the train എന്ന് പറയാം, അല്ലെങ്കിൽ there are many passengers in the bus എന്ന് പറയാം അല്ലെ. ബസ്സിന്റെ ഉള്ളിലല്ലേ, ട്രെയിനിന്റെ ഉള്ളിലല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ പറയാം. അതുപോലെ മരത്തിൽ നമ്മൾ നേരത്തെ പക്ഷികൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലേ, അവിടെ നമുക്ക് ഇന്ന് യൂസ് ചെയ്യാം, ഓണ് യൂസ് ചെയ്യാം. ഇന്ന് പറഞ്ഞാൽ മരത്തിന്റെ ഉള്ളിൽ, മരപ്പൊത്തില് പക്ഷികൾ ഉണ്ടെന്നാണെങ്കിൽ ഇന്ന് യൂസ് ചെയ്യും. മരത്തിന്റെ ചില്ലയുടെ മുകളിലാണ് പക്ഷികൾ ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഓണ് യൂസ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഉപയോഗം. വളരെ സിമ്പിൾ യൂസേജ് ആണ്. there is, there are. ഇത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് കുറച്ച് സംഭവങ്ങൾ ഉണ്ട്, അതൊന്നിൽ കൂടുതലാണെങ്കിൽ there are-ഉം, ഒരു കാര്യമാണെങ്കിൽ there is. ഇതാണ് ഇതിന്റെ ഉപയോഗം. ഇനി ഇതിനെ നമുക്ക് ചോദ്യമാക്കണമെങ്കിൽ ഇവിടെ ഓക്സിലറിനെ കണ്ടുപിടിച്ചിട്ട് അതിനെ ഫ്രണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ചോദ്യമാവുന്നതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആരാണ് ഓക്സിലറി? ഈസും ആറുമാണ് ഓക്സിലറി. അപ്പൊ നമ്മൾ ഈസിനെയും ആറിനെയും തുടക്കത്തിൽ ഇട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യമാവും അല്ലെ. Are there
Many puppies in your home? Are there many puppies in your home? നിന്റെ വീട്ടിൽ ഒരുപാട് പട്ടിക്കുട്ടികൾ ഉണ്ടോ? ചോദ്യമായി. നിന്റെ സ്കൂളിൽ ഒരുപാട് കുട്ടികൾ ഉണ്ടോ? അപ്പോ there എന്തിൽ തുടങ്ങുന്നപ്പോ പറഞ്ഞേ? Are there തന്നെ പറയണം. many Are there many children in your school? Are there many students in your school? ഇനി അടുത്തതോ? അടുത്തത് ബസ്സിൽ ഒരുപാട് ആളുകളുണ്ടോ? അതിനെപ്പോ ഞാൻ പറയുന്നത് are there many people in the bus? Are there many people in the bus? അല്ലേ? ഇനി ഈസ് ആണെങ്കിൽ ഈസ് വെച്ചിട്ട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ സിമ്പിളാ അങ്ങനെ ചോദിക്കും. Is there are there വെച്ചിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞോ. Are there many flowers in your garden? Are there many flowers in your garden? നിങ്ങളുടെ ഗാർഡനിൽ ഒരുപാട് പൂക്കളുണ്ടോ? ഇനി ഈസ് വെച്ചിട്ടോ, ഈസ് വെച്ചിട്ട് 2-3 സെന്റൻസ് പറഞ്ഞേ. Is there a puppy in your home? ഒറ്റ കാര്യം ചോദിക്കണം. അപ്പൊ a puppy. Is there a puppy in your home? ഇനിയോ ഈസ് വെച്ചിട്ട് വേറെ എന്താ ചോദിച്ചേ? പിന്നെ ഓക്കെ കിട്ടി. Is there a flower in your garden? Is there a flower in your garden? നിങ്ങളുടെ ഗാർഡനിൽ ഒരു പൂവുണ്ടോ? അല്ലേ? ഒരു പൂവെങ്കിലും ഉണ്ടാവണ്ടേ. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് ചോദ്യം ചോദിക്കാം. നെഗറ്റീവ് ആക്കണമെങ്കിൽ സിമ്പിൾ ആണ്. there aren't അല്ലെ, അല്ലെങ്കിൽ there isn't എന്ന് വെച്ചിട്ട് കാര്യം പറഞ്ഞാൽ മതി. there isn't a servant in my home. എന്റെ വീട്ടില് സെർവന്റ് ഒന്നും ഇല്ല. അതന്നെയാണ് നമ്മൾ ചോദ്യം അത്രേ ഉള്ളൂ. isn't there, aren't there ഇങ്ങനെ ചോദ്യമാക്കും അല്ലെ. സിമ്പിൾ. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ്, പക്ഷെ നമ്മളെ മൈൻഡിലേക്ക് വരില്ല ഈ സംഭവം. നമ്മള് എപ്പോഴും എപ്പോഴും ചിലപ്പോ നമ്മൾ അവിടെ ഉണ്ട് എന്ന് പറയണം. അവിടെ ഉണ്ട് എന്ന് കേട്ടാലേ കത്തുള്ളൂ. അപ്പൊ അവിടെ ഉണ്ട് എന്നുള്ളത് കേൾക്കണമെങ്കിൽ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഇത് ഒരു വ്യക്തിനെ കുറിച്ചിട്ടല്ല പറയുന്നത്. അതായത് നമ്മൾ ഒരു സ്ഥലത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ സ്ഥലത്ത് ആ ഒരു സാധനം ഉണ്ട് എന്നാ പറയണേ. മറ്റൊക്കെ ഒരു വ്യക്തിക്ക് ഒരു സാധനം ഉണ്ട് എന്നാ പറയുന്നത്. അതായത് എനിക്ക് കാറുണ്ട്, അവൾക്ക് ബസ് ഉണ്ട്, ഇത് ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നാ പറയണേ. പക്ഷെ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥലത്ത് ഒരു സാധനം ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ദെയർ ഈസും ദെയർ ആറും തന്നെ ഓർത്ത് വെച്ച് പറയാൻ നോക്കുക. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൗ മെനി വെച്ചിട്ട് ചോദിക്കും. ഹൗ മെനി. അപ്പൊ ഇങ്ങനെ ചോദിക്കും, നിന്റെ വീട്ടില് എത്ര അംഗങ്ങളുണ്ട്, എത്ര ആളുകളുണ്ട്, നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടെന്ന് ചോദിക്കില്ലേ? അത് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൗ മെനി മെമ്പേഴ്സ്. How many members are there in your home? ഇത് മിൽക്കുട്ടിക്ക് പണ്ട് പഠിപ്പിച്ചു കൊടുത്തോണ്ട് അത് ഇങ്ങോട്ട് പെട്ടെന്ന് വരും ഈ സെന്റൻസ്. കാരണം എനിക്ക് നമ്മള് കോൺവെർസേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും ഈ ചോദ്യം ഞങ്ങൾ ചോദിക്കാറുണ്ട്. നിന്റെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടെന്ന് ചോദിക്കും, നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ യുവർ ഹോം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ആർ ദെയർ ഇൻ യുവർ ഹോം, നേരത്തെ നമ്മൾ പഠിച്ചാണ്. ഹൗ മെനി പീപ്പിൾ അല്ലെങ്കിൽ ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ യുവർ ഹോം എന്നാണ് ചോദിക്കുക അല്ലെ. നമ്മൾ സാധനം ഉത്തരം കൊടുക്കുക ദെയർ ആർ 6 members in my home. അപ്പൊ ആ 6 members അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര എണ്ണം എന്ന് ചോദിക്കേണ്ട ചോദ്യത്തിനുള്ള ക്വസ്റ്റ്യൻ വേർഡ് കിട്ടും. അതാണ് ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ യുവർ ഹോം. ഇതാണ് ഇതുകൊണ്ട് സാധാരണ ചോദിക്കുന്നത്. പിന്നെ അതുപോലെ എത്ര കിലോമീറ്റർ ഉണ്ട് എന്ന് ചോദിക്കും. എത്ര കിലോമീറ്റേഴ്സ് are there from here to there. ഇവിടെ മുതൽ അവിടം വരെ എത്ര കിലോമീറ്റർ ഉണ്ട്. ഇവിടെ മുതൽ അവിടം വരെ എന്നുള്ള നമുക്ക് സ്ഥലത്തിന്റെ പേരൊക്കെ വെച്ച് കൊടുക്കാം. നിങ്ങളുടെ വീട്ടിൽ നിന്നും സ്കൂളിലേക്കുന്നോ അല്ലെ, അല്ലെങ്കിൽ പാർക്കിൽ നിന്ന് വീട്ടിലേക്കുന്നോ ഒക്കെ കൊടുക്കാം. ഹൗ മെനി കിലോമീറ്റേഴ്സ് ആർ ദെയർ ഫ്രം പാർക്ക് ടു യുവർ ഹോം ഇങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഉപയോഗങ്ങൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡയറീസ് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. അതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ പിടിക്കുക. ഇനി ഇതിൻ്റെ ചേട്ടന്മാർ വരുന്നുണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അതായത് അവിടെ ഉണ്ടായിരുന്നു, ഇനി അവിടെ ഉണ്ടാവും എന്നൊക്കെ എങ്ങനെയാണ് പറയാന്നുള്ളത്. ഇന്ന് അവിടെ ഇന്ന് അവിടെ ഉണ്ട് എന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി ഉണ്ടായിരുന്നു, ഉണ്ടാകും എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് എന്ത് വേണം? 5 verbs വേണം. അപ്പൊ ഇന്നത്തെ വെർബ്സ് നോക്കാം. അപ്പൊ ഞാൻ 2 വേർഡ്സ് പറയാം. ഒന്ന് കുക്കും പിന്നെ ക്യാരി. എന്നുവെച്ചാ
ക്യാരി ക്യാരിഡ് ക്യാരിഡ് ക്യാരി ക്യാരിഡ് കുക്ക്ഡ് കുക്ക്ഡ് അതിന്റെ മീനിങ് എന്താ? ക്യാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ചുകൊണ്ട് പോവാ. നമ്മൾ എന്തെങ്കിലും വലിച്ചുകൊണ്ടല്ല, വഹിച്ചുകൊണ്ട് പോവാ. ക്യാരി ക്യാരിഡ് ക്യാരിഡ്. പിന്നെ കുക്ക് ചെയ്യുന്നത് അല്ലേ? ഇനി നമുക്ക് ബിഹേവ്. ബിഹേവ് എന്നൊരു വാക്കുണ്ട്, അറിയാമോ? പെരുമാറുക. പെരുമാറുക. നമ്മൾ അയാളുടെ നല്ല പെരുമാറ്റാണെന്നൊക്കെ പറയില്ലേ, അപ്പൊ അതിനാണ് ബിഹേവ് എന്ന് പറയാം. അയാളുടെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ പെരുമാറ്റം. ബിഹേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമാറുക. അപ്പോ ബിഹേവ്, ബിഹേവ്ഡ്, ബിഹേവ്ഡ്. ഇനി അടുത്ത വാക്ക് നമ്മൾ കടം വാങ്ങിക്കില്ലേ? കടം വാങ്ങുക. നമ്മൾ പൈസ കടം വാങ്ങില്ലേ? ആ പൈസ കടം വാങ്ങുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ബോറോ. നമ്മൾ പൈസ വാങ്ങുന്നതിനാണ് ബോറോ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ബോറോ, ബൊറോട്ട്, ബൊറോട്ട്, പൈസ കടം വാങ്ങാം. ഇനി അടുത്ത വാക്ക് നിർമ്മിക്കുക. നിർമ്മിക്കുക എന്ന് അറിയാമോ? മേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. മേക്ക്. പിന്നെ ബിൽഡ് എന്ന് പറഞ്ഞ വാക്കുണ്ട്. അതാണ് നിർമ്മിക്കുക. നമ്മളിപ്പോ വീടൊക്കെ നിർമ്മിക്കൂലേ, അത് നമ്മൾ ബിൽഡ് എന്ന് പറയാം. പാല നിർമ്മിക്കുക, വീട് നിർമ്മിക്കുക. അപ്പോൾ ബിൽഡ്. ബിൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡാണ് അതിന്റെ ഫസ്റ്റ് വാക്ക്. പിന്നെ ബിൽറ്റ് ആണ് അതിന്റെ പാസ്റ്റ്. EDL അവസാനിക്കുന്നത്. ബിൽഡ്, ബിൽറ്റ്, ബിൽറ്റ്. ഓക്കെ, അപ്പോ ഇനി നിങ്ങൾക്കുള്ള ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ കുറെ ദിവസമായിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻസും തന്നില്ല. അച്ഛനായിരുന്നു. എനിക്ക് അന്നൊന്നും കിട്ടിയായിരുന്നില്ല ഗൈസ്. അപ്പോ ഇന്ന് ഞാൻ ഒരു സെന്റൻസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ കുറെ ഫ്രൂട്ട്സ് മരങ്ങൾ ഉണ്ടോ എന്ന് വെച്ചാ ഫ്രൂട്ട്സ് ട്രീസ് ഉണ്ടോ? ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ടോ അല്ലെ? നിങ്ങളുടെ വീട്ടിൽ കുറെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ടോ? കുറെയാണ്, ചോദ്യമാണ്, ഉത്തരമല്ല. അതായത് നിങ്ങളുടെ വീട്ടിൽ കുറെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട് എന്നല്ല, ഉണ്ടോ ചോദ്യമാണ്. അപ്പൊ എന്തിൽ തുടങ്ങണം എന്ന് നിങ്ങൾ ആലോചിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറയണം. ആ ബാങ്കിൽ ഒരു മാനേജർ ഉണ്ട്. ആ ബാങ്കിൽ ഒരു മാനേജർ ഉണ്ട്. അത് ഉത്തരമാണ്. അപ്പോ ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുക അല്ലേ? തരുന്നതാണ്. അപ്പോ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് നിങ്ങൾ മൊത്തം വാച്ച് ചെയ്യുക. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇംഗ്ലീഷ് പഠിക്കുക അല്ലേ? നമ്മളുടെ വീഡിയോ തന്നെ കാണുന്ന ഞാൻ ഒരിക്കലും നിർബന്ധം പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് കാണുക. നിങ്ങൾ ഇഷ്ടംപോലെ സമയം ഈ ഇൻസ്റ്റാഗ്രാമിലും ഷോർട്സിലും ഒക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട് കുറെ ആൾക്കാർ. ശരിക്കും അതൊരു ഭയങ്കര നൂലാമാലുള്ള പരിപാടിയാണ്. ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് റീൽസ് തോണ്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ സമയം കളയുന്ന ഏറ്റവും വലിയൊരു ലഹരിയാണത്. നമുക്ക് അതിൻ്റെ ഒരു ദൂഷ്യവശങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. നമ്മുടെ മൈൻഡ് ഫുള്ള് ഡിസ്റ്റർബ്ഡ് ആവും. നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടൂല. സത്യം പറയുന്നത്. അതായത് നമ്മൾ അതിൽ അഡിക്റ്റ് ആയി പോകും. ആ സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ കുറച്ചു നേരം കണ്ടാൽ നമ്മുടെ കോൺസെൻട്രേഷൻ കൂടും, നമ്മുടെ മെമ്മറി പവർ കൂടും, നമുക്ക് കുറേ കാര്യങ്ങൾ ഓർത്തു വെക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ അതിൽ ഡെവലപ്പ് ആവും. പക്ഷെ നമ്മൾ റീൽസ് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നും നടക്കില്ല. നമുക്ക് കണ്ടതൊന്നും പിന്നെ ഓർമ്മ പോലും ഉണ്ടാവില്ല. റീൽസ് കാണുന്നതിന് പകരം നമ്മൾ ലെങ്തി വീഡിയോസ് കാണാം. അത് നിങ്ങൾ ആരുടെ വീഡിയോ കണ്ടാലും പ്രശ്നമില്ല. ലെങ്തി വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് കോൺസെൻട്രേഷൻ കൂട്ടാൻ പറ്റും. അതിൽ നിന്നും കുറേ കാര്യങ്ങൾ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. എന്നും നമുക്ക് ഓർത്ത് വെച്ചിട്ട് പഠിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ലെങ്തി വീഡിയോസ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. റീൽസ് നിങ്ങൾക്ക് തീരെ കാണണ്ട, ഞാൻ അതിനെ ഡീമോട്ടിവേറ്റ് ചെയ്യല്ല. പക്ഷെ നമുക്ക് ഉപകാരം കിട്ടുന്നത് മാത്രം നിങ്ങൾ കണ്ട് നിങ്ങളുടെ സമയം കളയാം. നമുക്ക് വിലപ്പെട്ട സമയമാണ്, അത് പോയാൽ പോയതാണ്, പിന്നെ കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.